എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു സംശയമാണ്, ചേട്ടാ എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്? ഒരു ബൊഗൻവില്ലയുടെ ഒരു കട്ടിങ് കിട്ടിയാൽ എങ്ങനെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ള സംശയങ്ങൾ ഒരുപാട് പേരായി ചോദിക്കുന്നത്. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്നൊരു ഗ്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് സ്റ്റോക്ക് അല്ലേ ചേട്ടാ? അജുചേട്ടൻ എന്നാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അജുചേട്ടനാണ് ഈ നിൽക്കുന്നിട്ട്. നമ്മൾ ഇവിടുത്തെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തായിരുന്നു. നമ്മുടെ അഭിലാഷ് ചേട്ടൻ്റെ ഒരു ബൊഗൻവില്ല ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു. ആളുടെ അനിയനാണ് അജു എന്ന് പറയുന്നത്. അപ്പോൾ ആളാണ് ഇവിടുത്തെ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റുകളെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ഇതുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ സക്സസ് ആയതുകൊണ്ട് ഫെയിലിയർ ആയതുകൊണ്ട് ഇതൊക്കെ സക്സസ് ആയി നിൽക്കുന്ന ഏറ്റവും പുതിയ വെറൈറ്റി ആയിട്ടുള്ള ബട്ടർ കപ്പ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റീസാണ് ഈ കാണുന്നത്. അന്ന് ഇതിൽ സക്സസ് ആവാത്തതുകൊണ്ട് അങ്ങനെ കാണുന്നതാണ് ഈ കവറിൻ്റെ ഉള്ളിൽ പൊടിപ്പുകളൊന്നും വരാണ്ട് നിൽക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സയോൺ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാം, അത് സക്സസ് ആക്കാം, അതിൻ്റെ സയോൺ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയത്തിനുള്ള എല്ലാ ഉത്തരവും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് മാറി കിട്ടൂട്ടാ. അപ്പോൾ നമ്മൾ ഇതുമ്മയും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഇതുമ്മയാണ് നമ്മളിന്ന് ഗ്രാഫ്റ്റിങ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് സയോൺ ജസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അത് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഫെയിലിയർ ആയ ഒരു കവർ നമ്മൾ അഴിച്ച് കളയാനായിട്ട് പോവാണ് കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ അജിഷേട്ടനൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്ര പ്രൊഫഷണലായിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് സക്സസ് ആണെന്ന് പറഞ്ഞാലും 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 എണ്ണം പിടിക്കുള്ളൂ. അല്ല ചേട്ടാ? അത് നമ്മുടെ ചൂടിൻ്റെ കാലാവസ്ഥയും നമ്മൾ ചെയ്യുന്ന നമ്മുടെ നേരത്തെ ഭാഗ്യം അതേപോലെയാണ് ഇരിക്കുക. അത് എത്ര പ്രൊഫഷണലാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗ്യം പോലെയാണ് നമ്മുടെ ഗ്രാഫ്റ്റിങ് നമുക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ 2 കവറും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ഗ്രാഫ്റ്റിങ് ഫെയിലിയർ ആയതാണ്. അപ്പോൾ ഇതിൻ്റെ തല കട്ട് ചെയ്തിട്ട് ഇനി അതുമേയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതും എത്ര ഗ്രാഫ്റ്റ് ചെയ്യേണ്ടി ചേട്ടാൻ? എത്ര വെറൈറ്റി ചെയ്യാം ഈ ഒരു വീതിയുള്ള ഇതിൽ? നമ്മളിപ്പോൾ ഇത് ഓരോന്നിൻ്റെ ഹെൽത്ത് അനുസരിച്ചാണ് ഗ്രാഫ്റ്റിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. ഓക്കെ. അപ്പോൾ അത് കട്ട് ചെയ്തു. ഇതുമ്പോൾ നമുക്ക് മിനിമം 2 എണ്ണം കയറ്റി കൊടുക്കാം അല്ലേ? ഇതിൻ്റെ കമ്പിൻ്റെ ഇളപ്പുകളൊക്കെ കളയുക. ഈ കാണുന്ന പൊടിപ്പുകളല്ലേ? പൊടിപ്പുകളൊക്കെ കളയുക. ഓക്കെ. പൊടിപ്പുകളൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ടോപ്പ് ഷാർപ്പായിരിക്കണം അല്ലേ? ടോപ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈഡിൽ ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ അയച്ചേട്ടാ? നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ സയോൺ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാലോ? കട്ട് ചെയ്ത് കൊണ്ടുവന്നാലോ? സയോൺ കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച റൂട്ട് സ്റ്റോക്കുമ്പേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വാട്ടർ മെലങ്കസ് വെരിഗേറ്റഡ് അല്ലേ ചേട്ടാ? വാട്ടർ മെലങ്കസ് വെരിഗേറ്റഡിന്റെ പ്ലാന്റ് ആണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റ്. ഇതും ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അല്ലേ ചേട്ടാ? ഇതും ഒരു ഗ്രാഫ്റ്റഡ് ആണ്. ഇതാണ് ഇതിന്റെ ഗ്രാഫ്റ്റ് വന്നിരിക്കുന്നത്. അത് ഈ കാണാണ് ഇതിന്റെ ഗ്രാഫ്റ്റ്. അപ്പൊ നമ്മള് അഭിഷാന്റെ അടുത്ത് ചോദിക്കാൻ പോണത്, അജുചാന്റെ അടുത്ത് ചോദിക്കാൻ പോണത്, ചേട്ടൻ്റെ പേര് അജു എന്നല്ലേ? അജുവിന്റെ അടുത്ത് ചോദിക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു സയോൺ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ചേട്ടന് ഏത് കട്ടിങ്സ് ആണ് സെലക്ട് ചെയ്യാൻ പോണേ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്? ഗ്രാഫ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഹെൽത്ത് ആയിട്ടുള്ള സ്റ്റമ്മുകളെ സെലക്ട് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ നമ്മൾ ഇതിൽ ഒരു നല്ല ഹെൽത്തി സ്റ്റമ്മാണ്. അപ്പോൾ ഈ സ്റ്റമ്മ് നമുക്ക് സെലക്ട് ചെയ്യാം ഇതിൽ. ഓക്കെ. ഇതിൽ എത്ര പീസ് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റമ്മ? നമുക്കിപ്പോൾ ഈ സയോൺ എടുക്കുമ്പോൾ ഇതിന്ന് നമുക്കിപ്പോൾ നിലവിൽ 2 കട്ടിങ്സ് ആവശ്യമുള്ള എടുക്കാല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം 3-4 കട്ടിങ്സ് എടുക്കാല്ലേ? ഇത് അത്യാവശ്യം മൂപ്പായുണ്ടല്ലേ? ഇത് കറക്റ്റ് സ്റ്റമ്മാണ്. മൂപ്പ് കൂടുതലാണോ എന്ന് വെച്ചാൽ കൂടുതലല്ല, കറക്റ്റാണ്. ഇത് കറക്റ്റ് ആണല്ലേ? ഓക്കെ. ഒരു പച്ചപ്പ് ഉണ്ടല്ലോ അതിന്? ഒരു ലൈറ്റ് പച്ചപ്പ് ഉണ്ടല്ലേ? ഓക്കെ. ഇത് വാട്ടർ മെലങ്കസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. വെരിഗേറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് കളയണല്ലേ? ഇലകൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ ഒരു ഗ്രാഫ്റ്റ് എടുക്കാന്ന് വെച്ചാൽ 3 ഇളപ്പ് എടുക്കുക. 3 ഇളപ്പ് എന്ന് പറയുന്നത് ഒന്ന് വ്യക്തമായിട്ട് ഈ ഇളപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് ഇവിടെ ചെത്തുമ്പോൾ ഈ ഒരു ഇളപ്പ് പോവില്ലേ? ചെത്തുമ്പോൾ പോവില്ല, അത് നോക്കി ചെത്തിയാൽ മതി. കുറച്ച് ചെത്തിയാൽ മതി അല്ലേ? 3 ഇളപ്പ് 3 നോട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയത് പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, പൊടിച്ചു വരാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ 3 ഇളപ്പ് ശരിക്കും ഒന്ന് എടുത്താലും വരും. നമ്മൾ സ്പെയർ വെച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ. 3 എണ്ണം ഏതെങ്കിലും ഒന്ന് പോയാൽ അതിൽ നിന്ന് വരാനായിട്ട് എന്നുള്ള രീതിയിലല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു അറിവായി. നമുക്ക് ഈ ഒരു മൂപ്പെത്തിയ സയോൺ നമുക്ക് നിങ്ങളുടെ വീട്ടിലോ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കമ്പുകൾ കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ സയോൺ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരാട്ടാ. അപ്പം നമ്മൾ ഇനി ഫസ്റ്റ് ചെയ്യാൻ പോണ കാര്യം എന്നിട്ട് ആവശ്യമായിട്ടാ
നമ്മളിത് ഇപ്പോൾ സയാൻ നമുക്കിതിൽ ഇറക്കി വെച്ച് കൊടുക്കാം. അതിന് ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് ക്ലിയർ ചെയ്യാം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ തൊലി ചെത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതേപോലെ തൊലി നമ്മൾ ആദ്യം ചെത്തി ഇത്ര ഇറക്കിയാൽ മതി അല്ലേ? ഒരു 1-5 കഷ്ടി ഇറക്കുക. അതെ, തൊലി നമ്മൾ ചെത്തിയ രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഷാർപ്പായിട്ട് നീറ്റായിട്ട് ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ ഇരിക്കണമല്ലോ, കറക്റ്റ് എഡ്ജ് ഇങ്ങനെ ഇരിക്കണമല്ലേ? എഡ്ജ് ചതയാണ്ട് കിട്ടണം. വളരെ മൂർച്ചയുള്ള ബ്ലേഡ് യൂസ് ചെയ്യാല്ലേ? അതിനെന്തെങ്കിലും നമ്മൾ അണുവിമുക്തമാക്കേണ്ട വല്ല കാര്യം? പുതിയ ബ്ലേഡ് എടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ബ്ലേഡ് എടുക്കാല്ലേ? വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഇതിൽ സാനിറ്റൈസർ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, റിസൾട്ട് കൂടുതൽ കിട്ടൂല്ലേ? ആ സാനിറ്റൈസറിന്റെ ലിക്വിഡ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലൊന്നും പ്രശ്നമില്ല അല്ല? അത് നമ്മൾ ബ്ലേഡ് അടിക്കുന്നത്, ബ്ലേഡ് ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം ചെയ്താൽ മതി. ഓക്കെ 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 ഓക്കെ. അപ്പം നമ്മൾ ഇത് ചെത്തി, ഇനി നമ്മൾ ഒരു അനദർ സൈഡും കൂടി ചെത്തണ്ടേ? അപ്പം നമ്മളിത് അതിൻ്റെ അതർ സൈഡും കൂടി നമ്മളിത് ചെത്താണ്. അപ്പം അതും നമ്മൾ വളരെ നീറ്റായിട്ട് നമ്മൾ ചെത്തിയിട്ട. ഇതാണ് നമ്മൾ ചെത്തിയ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ 2 സൈഡ് നമ്മൾ ചെത്തി. ഇപ്പം ഇങ്ങനെ ചെത്തിയിട്ട് ഇത് ഡ്രൈ ആവണേക്കാൾ മുമ്പ് നമ്മൾ സയോൺ കയറ്റണം അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് സയോൺ ചെത്തണ ചടങ്ങിലേക്ക് പോലെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ഈ 2 സൈഡ് നമ്മൾ ചെത്തി വളരെ നീറ്റായിട്ട് ഷാർപ്പായിട്ട് ചെത്തിയെടുത്തു. ഇനി നമ്മൾ സയോൺ ചെത്താൻ പോകും കേട്ടോ. അപ്പോൾ അത് ചേട്ടാ, നമ്മൾ ഇപ്പം ചെയ്യാൻ പോകുന്ന കട്ടിങ് ഏതിൻ്റെയാണ്? ഇപ്പോൾ വാട്ടർമെലൺ വെരിഗേറ്ററിൻ്റെ നമ്മൾ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് ഒരു ആപ്പ് രീതിയിൽ ചെത്തി എടുക്കുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുമോ? അതിനെന്താ, അപ്പോൾ ഒന്ന് പറഞ്ഞു ചേട്ടാ. ഇതാണ് 3 നോഡാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിൽ 3 നോഡ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് നോഡിൻ്റെ അടിയിൽ നമ്മൾ ആപ്പ് രീതിയിൽ ചെത്തിയെടുക്കുക. അപ്പം നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ഒരു പേനക്കത്തി പോലത്തെ, നമുക്ക് ഏത് തരത്തിലുള്ള നൈഫ് ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോൾ കൈവഴക്കം ഏതാ വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് നൈഫാണ്, ഒരു കത്തിയാണല്ലോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെത്തി കാണിച്ചു തരും കേട്ടോ. കത്തിമ്മ അഴുക്കൊന്നും ആവാൻ പാടില്ല, നീറ്റായിരിക്കണം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ തൊടാൻ പാടില്ല എന്നൊക്കെ ഇല്ലേ? ഇതിപ്പോൾ നമ്മൾ ഈ 1 സൈഡ് ചെത്തി, അടുത്ത സൈഡ് പരമാവധി കൈ നമ്മൾ ടച്ച് ആവാണ്ട് നോക്കുക. ഓക്കെ, നമ്മൾ ടച്ചായ റിസൾട്ട് കുറയും. 2 സൈഡും അതേ ലെങ്ത്തിൽ തന്നെ ചെത്തണ്ട? അതിൻ്റെ ആവശ്യമില്ല, എങ്ങനെ വേണമെങ്കിൽ ചെത്താം. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇതാണല്ലോ. 1 സൈഡ് നന്നായിട്ട് ചെത്തും. ഓക്കെ, അതർ സൈഡ് കുറച്ച് ഹാഫ് ആയിട്ട് ചെത്തും. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് ഇറക്കി വെച്ചു ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇതിലേക്ക് അത് ഇറക്കി വെക്കാൻ പോവാട്ടാ. ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊലി മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇറക്കി കൊടുക്കുക. ഓക്കെ, ഉള്ളൂ. ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് തന്നെ പരിപാടി ഇട്ടാ. ഇങ്ങനെ അകത്ത് 2 തൊലിയും, അതായത് റൂട്ട് സ്റ്റോക്കിന്റെ നമ്മൾ ആ ചെത്തിയ തൊലിയും നമ്മുടെ സയോൺ ചെത്തിയ തൊലിയും ഒരുമിച്ച് ജോയിന്റ് ആവണം അല്ലേ ഏട്ടാ? അത്രേ ഉള്ളൂ. ഇതാണ് പരിപാടി. ഇതിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞു തരില്ല ഏട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഒരുപാട് പേർക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക, ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ. അങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അതർ സൈഡ് നമ്മൾ ചെത്തിയതിൻ്റെ ഇടയ്ക്കും കൂടി ഒരു വെറൈറ്റി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വാട്ടർമെലൺ വെരിഗേറ്റഡിൻ്റെ 2 സയോണും നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്തു വിട്ടാൽ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് നിങ്ങൾ നോക്കി നോക്കിയാൽ വളരെ സൂക്ഷിച്ച് നോക്കിക്കോ. 2ഉം തൊലിയോട് ചേർന്നിരിക്കുന്ന വിഷയിലാണ് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇതുമ്പോൾ നമ്മൾ അജു ചേട്ടൻ ഇൻസുലേഷൻ ടേപ്പാണ് ചുറ്റാൻ പോണത്. അപ്പോൾ അത് കാണാം കേട്ടോ നമുക്ക്. അജു ചേട്ടന് ഇവിടെ നിന്ന് ചുറ്റാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇൻസുലേഷൻ ടേപ്പ്. ഇത്തിരി അടിയിലേക്ക് ഇറക്കി ചുറ്റണം അല്ലേ? അടിയിലേക്ക് ഇറക്കി ചുറ്റണം, നല്ല ടൈറ്റായിട്ട് ചുറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചുറ്റണ നേരത്ത് നമ്മൾ നോക്കണമല്ല, തൊലിമന്ന് നീങ്ങി പോയിട്ടോന്ന് ജസ്റ്റ് നോക്കണം എന്നുള്ളതാണ്. ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റുക. എത്രയ്ക്ക് സ്കിന്നിനോട് അടുക്കുന്നോ അത്രയ്ക്കും പിടിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? റിസൾട്ട് കൂടും. അപ്പോൾ അത് ചേട്ടാ, നമ്മൾ ഈ ഇൻസുലേഷൻ ടേപ്പ് ഇപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അഴിച്ച് കളയുക? നമുക്കിത് ഇത് പിടിച്ചൊരു 1 മാസം
അയച്ചു കളഞ്ഞാൽ ഇത് തന്നെ അഴിഞ്ഞു പോകും. ഇൻസുലേഷൻ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ തന്നെ ലൂസായി പോകില്ല. അതായത് ഈ സയാൻ പിടിച്ചു കഴിഞ്ഞാൽ അവൻ വണ്ണം വെക്കുന്നതിനനുസരിച്ച് ഇൻസുലേഷൻ ടൈപ്പ് ലൂസായിട്ട് കൊടുക്കും. മറ്റേ റിബൺ ചുറ്റി കഴിഞ്ഞാൽ അത് തവളക്ക് കൊടുക്കിട്ടമാതിരി അങ്ങനെ ടൈറ്റ് ലോഡ് കൂടുമ്പോ സയാൻ പിടിച്ച് നല്ല വലിയ സൈസ് ആകുമ്പോ ലോഡ് കൂടിയിട്ട് അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതല. അതിന്റെ ഷേപ്പും ഒരു വൃത്തിയായിട്ട് രീതിയിലായി പോകും. അത് കറക്റ്റ് സമയത്ത് അയച്ചു കളഞ്ഞില്ലെങ്കിൽ റിബൺ ഈ പറഞ്ഞ ടൈറ്റായി സയാൻ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലേ. വളർന്ന് തൂപ്പ് കൂടുമ്പോ ഇതാകുമ്പോ ആ പ്രശ്നമില്ല, തന്നെ അഴിഞ്ഞു പോകും. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ഘട്ടം നമ്മൾ കഴിഞ്ഞു, നമ്മുടെ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു, നമ്മൾ ഗ്രാഫ്റ്റിംഗ് സയോൺ ഇൻസേർട്ട് ചെയ്തു, പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്നിട്ട് ചേട്ടാ ഇതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അന്തരീക്ഷത്തിലെ ചൂടിനും എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതെ, നമ്മൾ ഇനി ഇതിനെ ക്യാപ്പിട്ടിട്ട് സാഫ് സ്പ്രേ ചെയ്യില്ല, സാഫ് സ്പ്രേ ചെയ്തിട്ടുള്ള കവറിൽ നമ്മൾ അങ്ങനെ ഇടും. ഓക്കെ, അത് നമുക്ക് കണ്ടാലോ? അതെ, അതിന് അടുത്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റ്, ഇതേ ഇതാണ് സാഫ് കലക്കിയതല്ല, ഇത് കട്ടിച്ചിട്ടാണല്ലോ നമ്മള് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നു. അത് ഇവിടെ മസ്റ്റ് ആയിട്ടും തേക്കണം അല്ലേ? അത് ഫംഗൽ വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ലിക്വിഡ് നമ്മുടെ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ പോക്കല്ല, അത് ഉള്ളിലേക്ക് ഇറങ്ങില്ല, നമ്മ അത്ര ടൈറ്റിലല്ല കിട്ടിയാണ്. അപ്പൊ ഒലിക്കില്ല അല്ലേ? ഒലിച്ചാൽ അങ്ങനെ വിഷയമുള്ള കേസല്ല. അതിലേക്ക് ഇറങ്ങില്ല, നമ്മ അത്ര ടൈറ്റ് ചെയ്ത സാധനം ഉള്ളിലേക്ക് ഇറങ്ങില്ല, അതിന്റെ പരിസരത്ത് നിൽക്കുള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങില്ല. എന്തായാലും തൊലി ചേത്തിന്റെ വേറെ സൈഡിലേക്ക് പോയാലൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, നമ്മുടെ സയോൺ ജോയിന്റ് ആയോടത്ത് ആവണ്ടിരുന്നാ മതി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞു. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാക്സിമം ക്ലിയർ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പൊ അതിനുള്ള സപ്പോർട്ട് വേണം. ഒരുപാട് വട്ടായി പറയുന്നു സപ്പോർട്ട് വേണം, ഷെയർ വേണം എന്നൊക്കെ. കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരുപാട് ലോങ്ങിൽ നിന്ന് വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നിട്ടാ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ആണ് ഇരിക്കുന്നത് മൊത്തം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഗ്രാഫ്റ്റിംഗ് കവർ എടുത്തു. കവർ നമ്മൾ എടുത്തിട്ട് ഇനി ചെയ്യാൻ പോണത് ഇതിന്റെ ഉള്ളിലേക്ക് സാഫ് സ്പ്രേ ചെയ്യില്ല. കവറിന് ഹോൾ ഉണ്ടോ എന്ന് ചോദിക്കണം ആദ്യം. കവറിന് ഹോളൊന്നുമില്ല, എയർ ടൈറ്റിൽ നിർത്തണം. ഇതിൽ ഒന്നാലും സാഫ് അടിക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം അടിച്ചാലും മതി, ഹ്യൂമിഡിറ്റി നിലനിർത്തണം. ഓക്കെ, ഇതിങ്ങനെ ചുളിച്ചു കൊടുക്കണമെന്നുണ്ട് കവർ. ഇത് കവർ തിരിച്ചിട്ടാ നല്ലതാ, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. സാഫ് തന്നെ വേണമെന്നില്ല, വെള്ളമായാലും മതി, സ്പ്രേ ചെയ്താൽ മതി. സാഫ് ആണെങ്കിൽ കുറച്ച് ഫംഗൽ വരാതിരിക്കാനുള്ള ചാൻസ് ഇത്തിരി കൂടി നല്ലതാണ്. അപ്പൊ അത് നമ്മൾ സ്പ്രേ ചെയ്തു, അങ്ങനെ ഇതിലേക്ക് ഇട്ടു. ഈ സയോൺ ഈ കവറുമ്പോ ടച്ച് ചെയ്ത പ്രശ്നം ഉണ്ടാ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് ഇറക്കി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എയർ ടൈറ്റ് ആക്കി അങ്ങോട്ട് കെട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിൽ വേറൊരു പരിപാടി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ വെയിലത്ത് വെച്ചിട്ടാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വെയിലിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇത് ഹ്യൂമിഡിറ്റി നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അതായത് നമ്മുടെ ഡീഹൈഡ്രേഷൻ നടക്കാതിരിക്കാൻ, അന്തരീക്ഷത്തിലെ ഇതുമായിട്ടൊന്ന് കൺട്രോൾഡ് ആവാനാണ് ഈ ഒരു മോയ്സ്ചർ നമ്മൾ നിലനിർത്തുന്നത്. വേറെ ഒന്നും ഇല്ല ഈ പരിപാടി. നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് ക്ലൈമാക്സിൽ. ഇതിന് മേലൊരു സംഭവം കൂടി ഇട്ടില്ലേ വെയിലത്ത് വെച്ചുകൊണ്ട് തന്നെ, അത് നമ്മൾ എന്നിട്ട് യൂസ് ചെയ്യാൻ പോണേ? ഇത് നമ്മളിപ്പോൾ ഷെഡിന്റെ അകത്ത് വെക്കുകയാണെങ്കിൽ ഇതിന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ എയറിൽ വെച്ച് ചെയ്യണ കാരണം നമ്മൾ വെയിലടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഇതിന്റെ മുകളിൽ ഷെയ്ഡിന് വേണ്ടി ഗ്ലാസ് ആണ് പേപ്പറിന്റെ ഒരു പേപ്പർ കവർ എന്തെങ്കിലും ഇട്ടാൽ മതി. ഓക്കെ, ഇവര് ഗ്ലാസിന്റെ ആൾക്കാരാണ്, ഞാനൊക്കെ പേപ്പർ കവറാണ് ഇടാറ്. അപ്പൊ ഒരു ഗ്ലാസ് ഇടുന്ന പരിപാടി നമുക്ക് ജസ്റ്റ് കാണാം കേട്ടോ. അപ്പൊ നമ്മള് അടുത്തത് അജിഷേട്ടന്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ സദ്യകൾക്ക് വെള്ളം കിട്ടുന്നതും അതുപോലെ പായസം കുടിക്കുന്നതുമായിട്ടുള്ള ഗ്ലാസ്, ഇത്തിരി ലെങ്ത്തിലുള്ള ഗ്ലാസ് വേണം. നമ്മൾ ചെറിയ പായസ ഗ്ലാസ്, ചെറിയ ഗ്ലാസ് കിട്ടിയിട്ട് കാര്യമില്ല, വെള്ളം ഗ്ലാസ് കിട്ടണം. എന്നാലാണ് അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. വെയിലടി കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഒരു നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പേപ്പറിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ഈ ഗ്ലാസ് ആണ്. കാരണം പേപ്പർ എനിക്ക് തോന്നുന്നു ചൂട് അത്യാവശ്യം അത് നമുക്ക് കിട്ടും. ഇത് ഇത്തിരി തിക്ക് ലെയർ ആയ കാരണം കൊണ്ട് തന്നെ ചൂട് ഉള്ളിലേക്ക് അടിക്കാനുള്ള ചാൻസ് കുറവാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പൺ എയറിൽ നമ്മൾ ചെയ്യുമ്പോൾ വെയിലടിയിൽ നിന്ന് കുറയാൻ ഗ്ലാസ് നല്ലത്. ഇൻസൈഡ് ഷെഡിന്റെ അകത്ത് വെക്കണമെങ്കിൽ ഗ്ലാസിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഗ്രാഫ്റ്റിങ്ങിന്റെ വീഡിയോ കണ്ടു. ഇനി നമ്മളിപ്പോ ഈ കാണുന്ന ഗ്രാഫ്റ്റ് ഉണ്ടല്ലോ അജിഷേട്ടാ, ഇത് എത്ര നാളത്തെ ഗ്രാഫ്റ്റാ? ഇതിപ്പോൾ നമുക്ക് ഒരു റിസൾട്ട് ഒരു 2 മാസത്തെ റിസൾട്ടാണ് കാണുന്നത്. 2 മാസത്തെ റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ബട്ടർ കപ്പ്, ആ ലീഫിൻ്റെ ഒക്കെ കളർ കാണുമ്പോൾ എന്താ ഭംഗിയെന്ന് അറിയോ? അതുപോലെ തന്നെ ഇതൊക്കെ വേറെ വെറൈറ്റീസ് ആണ്. ഇതൊക്കെ ഗ്രാഫ്റ്റിംഗ്, ഇതും ഏകദേശം ആ ഒരു എത്ര നാളെ ഒരുമിച്ച് ചെയ്തതാണ്. അതേ കണ്ടേ, ഇതിന്റെ സ്കിന്നൊക്കെ ജോയിന്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ റൂട്ട് സ്റ്റോക്കിന്റെ ഇതുമ്മോ സ്കിന്ന് ജോയിന്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡിന് പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് എന്നാണ് അല്ലേ ഏട്ടാ? തൊലി ഇറക്കി ചെയ്യുന്നതിനാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ്. ഇനി നമുക്ക് അയച്ചേട്ടാ നമുക്ക് ഒരു കാര്യം ചെയ്താലോ,
നമ്മുടെ അതെ ഇപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കവർ അഴിച്ച് കളയാൻ പോകട്ടോ. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൊമണോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതെ, ആഹാ അടിപൊളി സൂപ്പറാണ്. ഇതിൻ്റെ പൂ ജസ്റ്റ് ഇവിടെ ഉണ്ട് നമുക്ക് കാണിക്കാനായിട്ട്. പ്ലാന്റ് ആണ്, നമ്മുടെ കയ്യിലും പൂവായിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാറുകൾ എന്ന് പറയുന്നത് മഞ്ഞ കളറുള്ള ലീഫുകളാണ് കേട്ടോ. മഞ്ഞാമ വെരിഗേറ്റഡ്, മഞ്ഞാമ പച്ച, അങ്ങനത്തെ വെള്ള, അതൊക്കെയാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനങ്ങോട്ട് കട്ട് ചെയ്ത് കളയാൻ പോകണം. ചിലപ്പോൾ അതിന് പച്ചപ്പ് ഉണ്ടാവില്ല. അല്ല, ഇത് പോയതല്ല. ഓക്കെ, അപ്പോൾ അത് വെട്ടി കട്ടി കളഞ്ഞു. ഇനി ഇതുമ്പോൾ വേറെ പരിപാടികളൊന്നും ചെയ്യില്ല. ഇതുമ്പോൾ ഇനി ഗ്രാഫ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ സംഭവങ്ങൾ ഇനി ഇവർ കളയില്ല എന്ന് പറയുന്നത് കേട്ടോ. ഈ ഇൻസുലേഷൻ ടൈപ്പ് കളയില്ല എന്ന് പറയണേ. അതിൻ്റെ സമയം അത് തന്നെ അഴിഞ്ഞ് പൊക്കോളുന്നതാണ് പറയുന്നത്. ഇതിങ്ങനെ തടി വെച്ച് വരും. തടി വെച്ച് വരുമ്പോൾ അത് തന്നെ അങ്ങോട്ട് ഊരി പൊക്കോളൂ കേട്ടോ. ഇത് സയാൻ തടി വെച്ച് വരുമ്പോൾ അതനുസരിച്ച് ഈ ഇൻസുലേഷൻ ടൈപ്പ് വലിഞ്ഞു കൊടുത്ത് അത് തന്നെ ലൂസായി പോവും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് വേറൊരു കാര്യം കൂടി, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ട ഒരു സിമ്പിൾ മെത്തേഡും കൂടി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ വി ഗ്രാഫ്റ്റ് എന്തെങ്കിലും ചെറിയൊരു ലോക്കൽ വെറൈറ്റി നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അടുത്തതായിട്ട് അജിച്ചേട്ടൻ കാണിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ വി ഗ്രാഫ്റ്റിംഗ്. അതായത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക്, അതായത് അമ്മമാർക്കൊക്കെ ഒരു ഗ്രാഫ്റ്റിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പം കൂടുതൽ വി ഗ്രാഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നാടൻ റൂട്ട് സ്റ്റോക്ക് തന്നെ എപ്പോഴും സെലക്ട് ചെയ്യണമെന്നുണ്ടല്ലേ. ഹൈബ്രിഡുമ്പോൾ നമുക്ക് ഹൈബ്രിഡ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹൈബ്രിഡ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാടമ്മ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലേ, ഹൈബ്രിഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ മഴക്കാലത്ത് റൂട്ട് സ്റ്റോക്ക് ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതെ, എപ്പോഴും നമുക്ക് നാടൻ്റെ റൂട്ട് സ്റ്റോക്ക് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ വാട്ടർ മെലൻസ് വെരിഗേറ്ററിൻ്റെ തന്നെ ഒരു സ്റ്റെമ്മാണ് കേട്ടോ. ഒരു ബാലൻസ് വന്ന സ്റ്റെമ്മാണ്. അപ്പോൾ ഇത് നമ്മൾ വി ഗ്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അത്യാവശ്യം മൂത്തൊരു കമ്പാണ് നമ്മൾ ഈ റൂട്ട് സ്റ്റോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വി ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ നടു അങ്ങോട്ട് പൊളിക്കുക. അതെ, നമ്മുടെ ആ ഒരു തണ്ടിൻ്റെ നടു നമ്മൾ പൊളിച്ചു. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. നടു പൊളിച്ചു. ഇനി നമ്മൾ സയോൺ ആപ്പ് പോലെ ചെത്തും അല്ലേ ഏട്ടാ? അതെ, ആപ്പ് പോലെ സയോൺ ചെത്തിയിട്ട് കൂർപ്പിക്കണം കേട്ടോ. അതെ, ഇങ്ങനെ ചെത്തി ഇങ്ങനെ കൂർപ്പിച്ച് രണ്ട് സൈഡും ഒരേപോലെ ചെത്തി വളരെ സാവധാനം ചെത്തിയാൽ മതി. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു തിരക്കും പിടിക്കണ്ട. ചിലപ്പോൾ ഒരൊറ്റ ചെത്തിയിലെ പണി കഴിയും. പിന്നെ നമുക്ക് ആറ്റുനോറ്റ് കിട്ടിയ സയോൺ പിന്നെ കിട്ടിയെന്ന് വരില്ല. കൈ നല്ലോണം മുറിയുന്നൊരു പരിപാടിയാണ്. എൻ്റെ ഒക്കെ ഒരുപാട് ചോര പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റൊക്കെ പോയിന്ന് വരും. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യുക. അതെ, ഇങ്ങനെ ആപ്പ് പോലെ ചെത്തി രണ്ട് സൈഡിലും തൊലി ഉണ്ടോ എന്ന് നോക്കണം അല്ലേ അഭിചേട്ടാ? വൺ സൈഡ് ആയാലും കുഴപ്പമില്ല. അത് മതി അല്ലേ? വൺ സൈഡ് തൊലി മതി. ഓക്കെ, ഏതെങ്കിലും ഒരു തൊലി മാച്ച് ആയി മതി. ഇതേ അങ്ങനെ നമ്മൾ ഇതിനെ പൊളിക്കുന്നു. നമ്മൾ അത് ഇങ്ങനെ ഈ കട്ടിയുള്ള സാധനം വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങോട്ട് അകലാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ ഏട്ടാ? കണ്ട, അങ്ങനെ ഒരു അകൽച്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വല്ല ബ്ലേഡൊക്കെ വെച്ച് തിക്കേണ്ടി വരും അല്ലേ? അതെ, ഇവനിത് അകത്തി അതെ സ്കിന്ന് തമ്മിൽ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് സ്കിൻ ടു സ്കിൻ മാച്ച്. അതെ തന്നെ, സ്കിൻ ടു സ്കിൻ മാച്ചാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട് അഴിച്ചേട്ടാ. തൊട്ടേറ്റവും അടിയിലൊരു ചെറിയൊരു കുഞ്ഞൊരു ഓട്ടം കാണുന്നുണ്ട്. ആ ഒരു ഓട്ടമൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. അത് കുഴപ്പമില്ല, നമുക്ക് ടോപ്പിലേക്ക് വരുന്ന തൊലി ടു തൊലി മാച്ച് ആയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇൻസുലേഷൻ ടേപ്പ് ചുറ്റാണ്. അപ്പോൾ ഈ ഗ്യാപ്പിലേക്ക് വെള്ളം കിടക്കരുത്. നമ്മൾ സയോൺ ചേർത്ത് വെച്ച ഗ്യാപ്പിലേക്ക് വെള്ളം കിടക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ മാക്സിമം കംപ്ലീറ്റ് കവർ ചെയ്യുക. എന്നിട്ട് ഇത് കവറിട്ട് ചുറ്റണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രാഫ്റ്റിംഗ് കവറിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് സ്പ്രേ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ കവറിട്ട് ഇത് ഇവർക്കിത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആക്ച്വലി ഇവർക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഈ വി ഗ്രാഫ്റ്റിന് ഇല്ല. അത്ര ഇതായിട്ടുള്ള ഗ്രാഫ്റ്റ് അല്ല. പക്ഷേ എങ്കിൽ കൂടിയും നമ്മളൊരു വി ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഒരു നാടൻ റൂട്ട് സ്റ്റോക്ക് എടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് സയോൺ ചെയ്തു വെച്ചു എന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മേലെ അതേ സാഫ് മുക്കി തേച്ചു. കവറിൻ്റെ ഉള്ളിൽ സാഫ് സ്പ്രേ ചെയ്തു. നമ്മളിത് അവിടെയൊക്കെ സാഫ് തേച്ച് കൊടുത്തിട്ട് അവിടെ ഒരു പൂപ്പൽ വരാതിരിക്കാനാണ് അത് ചെയ്യുന്നത്. കവറിട്ടു. ഇനി കവർ ശരിക്കും പറഞ്ഞാൽ ടൈറ്റ് ചെയ്ത് കെട്ടണം അല്ലേ? എയർ ടൈറ്റിൽ കെട്ടണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങി പോവാതിരിക്കാനാണ്. വെള്ളം ഇറങ്ങിപ്പോയി മോയ്സ്ചർ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കാൻ വേണ്ടി നല്ല ടൈറ്റ് കിട്ടണം. അതന്നെ അതാണ് പരിപാടി.
അങ്ങനെ പിടിക്കുന്നു. ഇവർ ചാക്ക് ചിരട് എടുത്താണ് കെട്ടണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഗ്രാഫ്റ്റിംഗ് ടേപ്പിൻ്റെ വള്ളിയോ ഇൻസുലേഷൻ ടേപ്പോ എന്തെങ്കിലും വള്ളി എടുത്ത് കെട്ടാം. അത് ഇതേപോലെ ടൈറ്റ് ചെയ്യുന്നു, കെട്ടുന്നു, തണലത്തേക്ക് മാറ്റി വയ്ക്കുന്നു. അതെ. ഇപ്പം നിങ്ങൾ ഓപ്പൺ, അതായത് നിങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ തണലുള്ള ഏരിയ ആണെങ്കിൽ ഇപ്പോൾ ഈ ഗ്ലാസ് ഇടുന്ന പരിപാടി ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇവർ വെയിലത്തൊക്കെ വെക്കുമ്പോഴാണ് ഈ ഒരു തണൽ നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ്, വെയിൽ നോക്കി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഗ്ലാസ് ഇടുന്ന പരിപാടി ചെയ്യുന്നത്. തണൽ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നെറ്റിന്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇതൊരു ഷെഡിന്റെ അടിയിലാണ്, അപ്പൊ അവിടെ ഇതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞു, അതായത് ഈ ഒരു റൂട്ട് സ്റ്റോക്ക് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഈ ഒരു ഗ്രാഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വരുമാനമായി. അതെ. വാട്ടർ മെലങ്കസ് വെരിഗേറ്റഡ് ഒരു പ്ലാന്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ റെഡിയായി. നമ്മളിത് വെറുതെ തമാശയ്ക്ക് ചെയ്താണെങ്കിൽ കൂടിയും ഈ ഗ്രാഫ്റ്റ് പിടിച്ചാൽ അതൊരു സെയിൽ പ്ലാന്റായി മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ ചെയ്ത് നോക്കാം. നമ്മൾ ഗ്രാഫ്റ്റിംഗ് ഇത്രയ്ക്കുള്ളൂ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ ആദ്യം ഫെയിലിയർ ഉണ്ടാവാം, പക്ഷേ സക്സസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചെയ്ത് പരീക്ഷിക്കുക. ലോക്കൽ വെറൈറ്റീസ് ആദ്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലേ ഏട്ടാ? അതെ. ചെയ്ത് പഠിച്ച് അതിൽ എക്സ്പെർട്ട് ആയെന്ന് തോന്നുമ്പോൾ കൈ ഒന്ന് വഴങ്ങി ശരിയായതിനു ശേഷം ഹൈബ്രിഡ് കടന്നാൽ മതി. നല്ല വെറൈറ്റികളുടെ മദർ പ്ലാന്റ് സെലക്ട് ചെയ്ത് അങ്ങനെ മേടിച്ച് ഗ്രാഫ്റ്റിംഗ് പഠിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം.